+1 +2 മക്കളെ, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പോഴും കേരളത്തിലെ മെജോറിറ്റി +1 +2 വിദ്യാർത്ഥികളും പഠിച്ചു തുടങ്ങിയിട്ടില്ല, പഠനത്തെ സീരിയസ് ആയി കണ്ടിട്ടില്ല. എസ്പെഷ്യലി +1 കുട്ടികൾ, +2 കുട്ടികൾ കുറച്ചെങ്കിലും ഇപ്പോൾ സീരിയസ് ആയിട്ടുണ്ടെങ്കിലും +1 കുട്ടികൾ ഇപ്പോഴും പഠനത്തെ സീരിയസ് ആയി കാണുന്നില്ല. ഇതാണ് സത്യം, ഇതാണ് സത്യം, ഇതാണ് റിയാലിറ്റി. പല +1 കുട്ടികൾ ഇപ്പോഴും പഠനത്തെ സീരിയസ് ആയിട്ട് കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം +1 അല്ലേ, +2 പിടിക്കാം, +2 ഞാൻ പഠിക്കാം, അങ്ങനെയൊക്കെയുള്ള ചിന്തയിലേക്ക് പോവാണ്. മക്കളെ, ഇവിടെ നോക്കടാ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ +2ൻ്റെ ഗ്രേഡ് കാർഡ് എന്ന് പറഞ്ഞാൽ +1 മാർക്കും +2 മാർക്കും 2 മാർക്കും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ ടോട്ടൽ പെർസെൻറ്റേജും ടോട്ടൽ ഗ്രേസ് മാർക്ക് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകുക. ടോട്ടൽ ഗ്രേഡും ടോട്ടൽ മാർക്കും നിങ്ങൾ ടോട്ടൽ പെർസെൻറ്റേജും +1 +2 മാർക്കുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ +1 ഉഴപ്പിയിട്ട് +2 പഠിക്കാൻ തീരുമാനിച്ചാലും നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്ന മാർക്ക് അത് മൊത്തത്തിൽ കുറയാനുള്ളൊരു കാരണമാകും. സോ +1 നിങ്ങൾ ഉഷാറാക്കി പഠിക്കണം, +2 നിങ്ങൾ ഉഷാറാക്കി പഠിക്കണം. എന്നാലും നിങ്ങൾക്ക് അത് പെർഫെക്റ്റ്ലി ബാലൻസ് ആക്കി മാറ്റാൻ കഴിയുള്ളൂ. +1 ഉഴപ്പിയാൽ മക്കളെ, ഇനിയും നിങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാതിരിക്കുകയാണ്. എക്സാം വരട്ടെ, എക്സാമിൻ്റെ സ്റ്റഡി ലീവ് വരട്ടെ, എക്സാമിന് അടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുകയാണ് മക്കളെ. നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ +1 എന്ന നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലത്തിൻ്റെ മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്താനാണ് നിങ്ങൾ പോകുന്നത്. മക്കളെ, ആ ഒരു തെറ്റിലേക്ക് നിങ്ങൾ പോകരുത്. പഠിക്കും മക്കളെ. നിങ്ങൾ എന്താണ് ഇനിയും പഠിക്കാത്തത്? നിങ്ങൾ എന്തെങ്കിലും മിറാക്കിളോ മാജിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവമോ നടക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? നിങ്ങൾ എന്തെങ്കിലും വലിയൊരു ലോക മഹാത്ഭുതം നടക്കുന്നു വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ എക്സാമിന് തലേന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ തലയിലേക്ക് ആരെങ്കിലും എന്തൊക്കെ കയറ്റത്തെന്ന് വിചാരിക്കുകയാണോ? അതൊക്കെ അബദ്ധ ധാരണകളാണ്. പഠിച്ചു തുടങ്ങിയ മക്കളെ, എഫേർട്ട് എടുത്ത് തുടങ്ങിയ മക്കളെ, കഷ്ടപ്പെട്ട് തുടങ്ങിയ മക്കളെ, എന്നാലും നിങ്ങൾക്ക് +1 +2 സെറ്റാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഇനിയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഇനിയും നിങ്ങൾക്ക് ലൈഫിൽ ഒരിക്കലും ഉപകാരമില്ലാത്ത എന്തിനൊക്കെ പിറകെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 +2 കിട്ടാൻ പോകുന്ന മാർക്ക് വളരെ കുറവായിരിക്കും. മടിയെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ നോക്ക്. എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എത്ര പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, എത്ര ഇക്വേഷൻസും തിയറീസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങിയ മക്കളെ, ഇനിയും നിങ്ങൾ പഠിക്കാതെ, ഇനിയും അടിപിടിച്ച്, ഇനിയും നിങ്ങൾ ഒന്നിനും വേണ്ടി ശ്രമിക്കാതെ ഇരിക്കുകയാണെങ്കിൽ മക്കളെ, കിട്ടുന്ന റിസൾട്ട് അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങളെ ഉണ്ടാവുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നിങ്ങളാണുള്ളത്. ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും, പക്ഷേ കഷ്ടപ്പെടാൻ നിങ്ങളാണ്. പഠിച്ച മക്കളെ, റിസൾട്ട് കിട്ടും. കഷ്ടപ്പെട്ട മക്കളെ, റിസൾട്ട് കിട്ടും. ഇനിയും നിങ്ങൾ ഉഴപ്പാണെങ്കിൽ നിങ്ങൾ താഴേക്ക് പോകും. കഷ്ടപ്പെടാൻ തയ്യാറാണ്, നിങ്ങൾക്ക് ഉയരത്തിലേക്ക് പോകാം. ഏത് വേണമെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കും.